പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 27 ഞായറാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയമ്മേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവേ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണിനെ ആവശ്യിക്കട്ടെ. പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുക്കിരിടം പോരാ കുടുംബത്തിൽ ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട്. പെങ്ങന്മാരെ കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ,
അതുപോലെ തന്നെ കഴിച്ചുവിട്ട ഒരു ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അവിടുന്ന് വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ, അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ, ഇങ്ങനെ എണ്ണിയാലൊരുങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങയുടെ മക്കൾ അങ്ങയുടെ ദിവസം കണ്ണീരോട് നിൽക്കുന്ന കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവ്, ഇന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോഴൊരു ഈസ്റ്റർ ഒക്ടേവിലാണ് അല്ലേ? ഈസ്റ്റർ ഒക്ടേവ് ഇപ്പോൾ ഫേമസ് ആയല്ലേ? ജോൺ പോൾ മാർപ്പാപ്പയും അതുപോലെ തന്നെ ബെനഡിക്ട് മാർപ്പാപ്പയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ സ്വർഗപ്രവേശനം നടത്തിയത് ഈസ്റ്റർ ഒക്ടേവിലാണ്. അപ്പം നല്ലൊരു കാലഘട്ടമാണ് വിശ്വാസത്തിന്. ഈസ്റ്റർ ഒക്ടേവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അൾത്താരയിൽ സഭയിൽ വായിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മേരി മാഗ്ഡലിനെ, പിന്നെ പ്രത്യക്ഷപ്പെട്ടത് പത്രോസിനെ, പിന്നെ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ ക്ലെയോഫാസ് ഉൾപ്പെടെ എമാവുസിലെ ശിഷ്യന്മാർക്ക്. ഇവർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇവർ പലരും വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്ത്? എല്ലാവരും കൂടിയിരിക്കെ പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് ഒറ്റക്കാര്യം പറഞ്ഞു. മർക്കോസിന് 16-ാം അധ്യായമാണ്, 14-15 വാക്യങ്ങളാണ്. പിന്നീട് അവർ 11 പേരും ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം. തന്നെ കണ്ടവരാരൊക്കെയാണ്? മേരി മാഗ്ഡലിൻ, പിന്നെ ആരാണ്? എമാവുസിലെ ശിഷ്യന്മാർ. ഇവരാരും അണ്ണന്മാർ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെ ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു. അതേ ജസ്റ്റ് നേരെ ഇങ്ങോട്ട് പറഞ്ഞണ്ടല്ലോ, ഒരു 1.5 വരാൻ വേണ്ടത്. എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ കണ്ടു, ആന കൂനെന്നൊക്കെ പറഞ്ഞിട്ട് കഥയെന്നാ പറയണത്. മനസ്സിലായില്ലേ? ഉയർത്തെഴുന്നേറ്റ് പാസ്കൽ ലാമ്പ് ഉയർത്തി ക്രിസ്തുവിൻ പ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. എന്താണ്? അതിനൊക്കെ കഥ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിക്കണമെന്ന്. അതെന്താ വായിക്കണേ? വായിച്ചേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി. അതേ കിടക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എൻ്റെ ദൈവത്തിലെ എന്ത് ഈസ്റ്റർ ഒക്ടേവാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഈസ്റ്റർ ഒക്ടേവിൽ നമ്മൾ അതിൻ്റെ വ്യത്യസ്തമായ സുവിശേഷങ്ങൾ കേട്ടാലും സുവിശേഷം കൈമാറുന്നില്ലെങ്കിൽ, ഇപ്പോൾ വത്തിക്കാൻ സൂനോദോസ് കഴിഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സഭ സ്വഭാവത്തിൽ മിഷണറി ആണെന്നൊക്കെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അണ്ണന്മാരും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഭാഗഭാഗത്തും കിട്ടാനാണ് ന്യായപ്പെടുന്നത്. അല്ല, നമുക്ക് നിത്യരക്ഷ കിട്ടണമെന്നൊരു സെക്കൻഡറി തിങ് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ അത്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് പങ്കാളിത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുന്നത്. ആ ജ്ഞാനസ്ഥാനത്തിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എന്താ? ജ്ഞാനസ്ഥാനത്തിൻ്റെ പ്രഥമ ഉത്തരവാദിത്വം എന്താ? ക്രിസ്തുവിനെ കൈമാറുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കൈമാറാൻ. അപ്പം ഞാനും കർത്താവിനെ എൻ്റെ ജീവിതത്തിലൂടെ കൈമാറിക്കൊള്ളാം. അതുകൊണ്ടാണ് ഈ ജ്ഞാനസ്ഥാനം വെറുതെ വാഗ്ദാനം നടത്തണത്. അപ്പോൾ സഭയ്ക്ക് ഇതെല്ലാം ബോധമുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നത് സഭയുടെ പാരമ്പര്യമാണെങ്കിലും മുതിർന്ന് കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് ജ്ഞാനസ്ഥാനം അവർ സ്വീകരിച്ച ജ്ഞാനസ്ഥാനത്തെ വെറുതെ വാഗ്ദാനം നടത്തി പുതുക്കണമെന്നുണ്ട്. അങ്ങനെ പുതുക്കണത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ജ്ഞാനസ്ഥാനം പുതുക്കിയിട്ട് ദൈവത്തിന് എന്താ പ്രയോജനം? അതുകൊണ്ട് നമ്മൾ ജ്ഞാനസ്ഥാനം പുതുക്കണത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം പുതുക്കുകയും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം പുതുക്കണത് മറ്റുള്ളവർക്ക് കർത്താവിനെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും കൈമാറുന്നതിന് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ, ഈ സ്വർഗാരോഹണ തിരുനാളിന് മുമ്പ് നീ ഒരു ടാർഗറ്റ് വെക്കണം. എൻ്റെ സ്വഭാവം കൊണ്ടും എൻ്റെ വർത്തമാനം കൊണ്ടും നിലപാട് കൊണ്ടും
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് ഞാൻ സാക്ഷിയാണെന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ എന്തിനാ ഇങ്ങനെ നിങ്ങളോട് പറയണമെന്നറിയാവോ? അതായത് ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷിയാണെന്ന് ദൈവത്തിന് തോന്നിയ പിന്നെ നമ്മളുടെ മുഴുവനും കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യമാകും. ഇപ്പം എന്താ നിൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെ താമസിക്കണ എന്താ? പല കാര്യങ്ങളും, വീട്, ജോലി, വിവാഹം, പ്രാർത്ഥനാ ജീവിതം, വിശ്വാസ ജീവിതം എന്ന് വളർച്ചയില്ലാത്ത എന്താണ്? അത് വളർന്നതുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതാണ് വിഷയം. നമ്മൾ ബുദ്ധിയുള്ളവരെന്താണ്? നമുക്കറിയാലോ, ഫെയ്ത്ത് ലൈഫ് ഈസ് ഇൻ്റലിജൻ്റ് ലൈഫ്. എന്താ എൻ്റെ കാര്യം? അപ്പോൾ നമുക്ക് ദൈവത്തിന് പ്രയോജനമുണ്ട് ദൈവം തോന്നിയാൽ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ദൈവത്തിൻ്റെ പൈതലിനെ സംരക്ഷിക്കുക, അവനെ വളർത്തുക, അവനെ നിലനിർത്തുക, അവനെ അഭിവൃദ്ധിപ്പെടുത്തുക. അപ്പം അത് നിൻ്റെ അഭിവൃദ്ധിയുടെ വിഷയം ദൈവത്തിൻ്റെ കാര്യമായിട്ട് വരണ രീതിയിൽ നീ നിൻ്റെ ജീവിതം, നിൻ്റെ സമീപനമൊക്കെ തിടച്ചു വാർക്കണം. അപ്പം നീ അത്ഭുതം കാണും. പ്രൈസലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.